റഷ്യ ഉക്രൈനോട് ചെയ്യുന്നതെല്ലാം കിരാത നടപടി. എന്നാൽ ഫലസ്തീനോട് ഇസ്രയേൽ ഈ 2 കൊല്ലം കാണിച്ചു കൂട്ടിയതൊന്നും ഒരു കിരാത നടപടിയുമല്ല. എന്തൊരു വിരോധാഭാസം അല്ലേ! അമേരിക്കയുടെ ന്യായീകരണവും ഈ മെഴുകലും കാണുമ്പോൾ കൃത്യമായി മറുപടി പറയേണ്ട രാജ്യങ്ങൾ പലരും മൗനം ഭുജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണോ വേണ്ടത്? റഷ്യ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കി. ഞങ്ങളുടെ ശ്രമം ആ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നതാണ്. ഗോർബച്ചേവിനെ പോലെ ശവന്തീനികളായിട്ടുള്ള, അതല്ലെങ്കിൽ സ്വന്തം തൊഴുത്തിൽ കുത്തുന്ന കാലമാടന്മാരുടെ പഴയ റഷ്യയല്ല. കൃത്യമായി രാജ്യസ്നേഹം തുളുമ്പുന്ന റഷ്യക്കാർ മതി. ഞങ്ങൾ വീണ്ടും ആ വാസ്റ്റ് എംപയർ പുനഃസൃഷ്ടിക്കുമെന്നും യൂറോപ്യൻ യൂണിയനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായി വ്ളാഡിമിർ പുടിൻ പറയുന്നത്. അത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം, യൂറോപ്യൻ യൂണിയനും അറിയാം. റഷ്യ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അതിൻ്റെ ആദിമധ്യാന്തം നോക്കി തന്നെയാണ് ഇടപെടുന്നത്. വെറുതെ ചെന്നങ്ങ് ഇടപെടില്ല. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ദീർഘമായി പഠിക്കും. അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ ആപത്ഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അമേരിക്കയുടെ 7th ഫ്ലീറ്റിനെ തകർക്കാൻ റഷ്യ കൊടുത്ത മുന്നറിയിപ്പ് അമേരിക്ക അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ഇനിയും ഓർത്തു വയ്ക്കാൻ ഒരുപിടി നല്ല ഹൈപ്പ് ഡയലോഗുകൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. റഷ്യ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അങ്ങ് ചുരുങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്ന വിഡ്ഢികൂഷ്മാണ്ഡങ്ങൾ ഈ ലോകരാജ്യങ്ങളിൽ പലതിലും ഉണ്ടെങ്കിലും അവരെ ഒന്നും ഗൗനിക്കാതെ തന്നെയാണ് മോസ്കോയിൽ ചടുലമായ നീക്കങ്ങൾ പലതും നടക്കുന്നത്. റഷ്യ ഒരുമ്പെട്ടാൽ പലതും നടക്കും. അത് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും. ഈ 21ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആവാസ സ്ഥലങ്ങളെ പിച്ചിച്ചീന്താൻ കെൽപ്പുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല കൈവശമുള്ളത്. റഷ്യയുടെ കയ്യിലുമുണ്ട് ഒരു പിടി നല്ല സൈസ് സാധനങ്ങൾ. അത് പടക്കം പൊട്ടിക്കുന്നത് പോലെ വെടിമരുന്നിന് തിഴി കൊളുത്തിയാൽ പിന്നെ ബാക്കി അവശേഷിക്കാൻ ഇസ്രയേൽ എന്നല്ല, അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പുകളും ബാക്കി കാണില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത്. റഷ്യ ഒരു കാര്യം കൂടി പറഞ്ഞു. ഉക്രൈനുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി മധ്യസ്ഥ വഹിക്കാനോ ഇടപെടാനോ ട്രംപ് വരരുത്. അത് വിനയത്തിൻ്റെ ഭാഷയിൽ പറയുന്നതാണ്. കാരണം ഇനി അടുത്തത് സ്വരം മാറ്റി കടുപ്പിച്ച് തന്നെ പറയേണ്ടി വരും. അതിനിടവരുത്തരുത് എന്ന വ്യക്തമായ ധാരണ. യൂറോപ്യൻ യൂണിയനിൽ തന്നെ ചില രാജ്യങ്ങൾ റഷ്യയോടൊപ്പം തന്നെയാണ്. അവർ അങ്ങനെ വരാൻ കാരണം യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണം ഏറെക്കുറെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന രാജ്യം ഫ്രാൻസ് തന്നെയാണ്. മാക്രോണും പുടിനും പുതിയ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കടക്കുവാണ് എന്ന് വ്യക്തം.